ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഒരു മാസം പിന്നിടുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. സമരം അടുത്ത ഘട്ടത്തിലേക്കെന്ന് ആശാ വർക്കേഴ്സ് പ്രഖ്യാപിച്ചു. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് തീരുമാനം. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, സമരം ഒരു മാസം പിന്നിടുകയാണ്. അതിനിടയിൽ വന്ന സമവായ നീക്കങ്ങളും ഭീഷണിയും അധിക്ഷേപവും ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിലൊന്നും പതറാതെ സമരം പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു ആശാ വർക്കേഴ്സ്. എന്താണ് തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഇപ്പോഴും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലവുമുണ്ട്. സലീം. റിജിത്ത്, സാധാരണഗതിയിൽ ഒരു വലിയ സംഘടന, പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെയുള്ള ഏത് കരുത്തരായ സംഘടനകൾക്ക് പോലും ഒരു സമരം അത് 30 ദിവസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതിനിടയിലാണ് വളരെ സാധാരണക്കാരായ സ്ത്രീകൾ, ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു 30 ദിവസം ഒരു സമരം നടത്തുന്നത്. അത് മാത്രമല്ല, അത് സംഘടിത സ്വഭാവത്തിൽ ഒരു ചിട്ടയോടുകൂടി ഒരു സമരം സംഘടിപ്പിക്കുന്നു. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ വലിയ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ അവർക്ക് നേരിടേണ്ടി വരുന്നു, അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. ആ അധിക്ഷേപങ്ങളെയൊക്കെ വകവയ്ക്കാതെ ഒരു മാസം പൂർത്തിയാക്കുന്നു, 30 ദിവസം ഒരു സമരം പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നതിൽ ഉറപ്പായും അത് സമരക്കാരുടെ നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഈ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിൽ നിന്നൊന്നും തളരാതെ മുന്നോട്ട് പോയി എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, അതിൽ സർക്കാരിൻ്റെ പല തീരുമാനങ്ങളെയും സർക്കാരിനെയും ഒക്കെ വിറപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സമരം തുടങ്ങുമ്പോൾ ഇവരുടെ ഒരാവശ്യവും പരിഗണിക്കില്ല എന്ന ധിക്കാരപരമായ ഒരു സമീപനമായിരുന്നു സർക്കാരിനെങ്കിൽ സമരം കടുത്തപ്പോൾ പിന്നീട് ഈ ഓണറേറിയ കുടിശ്ശിക ഉൾപ്പെടെ നൽകാൻ നിർബന്ധിതമായി, ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം പിൻവലിക്കാൻ നിർബന്ധിതമായി. പക്ഷേ അപ്പോഴും ഈ സമരക്കാർ പറയുന്ന പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ, അത് ഒന്ന്, ഓണറേറിയം തുക വർദ്ധിപ്പിക്കണം, 7000-ൽ നിന്ന് 21,000 രൂപയാക്കണം എന്നുള്ളതാണ്. 2, വിരമിക്കൽ ആനുകൂല്യം നൽകണം എന്നുള്ളതാണ്. ഈ 2 ആവശ്യങ്ങളും അംഗീകരിക്കാതെ അവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാട് ഇപ്പോഴും സ്വീകരിക്കുകയാണ്. അതിനിടയിലാണ് സമരത്തിൻ്റെ 2ാം ഘട്ടം കൂടി പ്രഖ്യാപിച്ചത്. ഇന്നലെയാണ് സമരത്തിൻ്റെ 2ാം ഘട്ടം പ്രഖ്യാപിച്ചത്. മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് ആ 2ാം ഘട്ടം എന്ന നിലയിൽ അവർ നടത്തുന്നത്. ഇത്രയും ദിവസം, ഈ ഒരു മാസത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഈ ആശമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല. ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ നടത്തിയ സമരങ്ങളിലൊക്കെ, പ്രതിഷേധങ്ങളിലൊക്കെ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തെ തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു ആശാ വർക്കേഴ്സിൻ്റേത്. പക്ഷേ ഇതല്പം സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള നിയമലംഘന സമരങ്ങളിലേക്ക് കൂടി ആശാ വർക്കേഴ്സ് കടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോഴത്തെ തീരുമാനം. ചേച്ചി, ഒരു മാസമായി ഇവിടെ. അതെ, ഒരു മാസമായി ഞങ്ങൾ സമരത്തിന് വന്നിട്ട് ഒരു ഒത്തുതീർപ്പും നമ്മുടെ ആരോഗ്യമന്ത്രി ഉണ്ടാക്കുന്നില്ല. എന്തായിരുന്നാലും ഞങ്ങൾ ഇതിന് എന്താണെന്നുള്ള ഒരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. അതാ മറ്റന്നാടുത്ത് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ കാലാകാലം ക്ഷേത്രങ്ങളിൽ പോയി പൊങ്കാല ഇടുന്നത്. എന്തായിരുന്നാലും ഇപ്രാവശ്യം ഞങ്ങളുടെ പൊങ്കാല സമരപന്തലിൽ തന്നെയാണ് ഞങ്ങൾ ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സമരപ്പൊങ്കാല കൂടി ഉണ്ടാവും. ചേച്ചി, ഒരു മാസമായിട്ട് ചേച്ചി ഇവിടെ ഉണ്ട്. വീട്ടിലൊക്കെ പോകുന്നത് ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടല്ലേ? ഇതിനിടയിൽ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. രണ്ടിലൊന്നറിയാതെ തിരികെ പോവില്ല. ഇവിടെ കിടന്ന് മരിച്ചാലും വേണ്ടൂല, എന്നാലും ഇതിലൊന്ന് പിന്നെ സമരം വിജയിപ്പിച്ചിട്ടേ പോവും. ഈ ഉപരോധ സമരത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വിധത്തിലുള്ള സംഘർഷവും ഇല്ലായിരുന്നു. പക്ഷേ സ്വാഭാവികമായി ഉപരോധം എന്ന് പറയുമ്പോൾ ഒരു നിയമലംഘന സമരം എന്ന നിലയിലാണ്. ഈ സമരത്തിന്റെ 2ാം ഘട്ടം ആ നിലയിൽ തന്നെ കടുപ്പിക്കുക എന്നുള്ള തീരുമാനമാണോ? അതെ സാർ, അതെ. റിജിത്ത്, എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെയൊക്കെ, അതായത് ഈ സമരത്തിൽ ഉണ്ടായ സംഘർഷങ്ങളെ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞവരാണ് ഈ ആശാ വർക്കേഴ്സ്. അവർ കുറച്ചധികം സമരം 30 ദിവസം പിന്നിടുമ്പോൾ സമരം തുടങ്ങിയ ദിവസത്തെ സാഹചര്യമല്ല, വലിയ രീതിയിലുള്ള പിന്തുണ ഈ സമരക്കാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേർ സമരപന്തലിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ പാർലമെന്റിലടക്കം വിഷയം ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും. ഉന്നയിച്ച ആവശ്യങ്ങളിൽ പിന്നോട്ടില്ല. സമരം പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ആശാ വർക്കേഴ്സ് അറിയിക്കുന്നത്. സലീം മാലിക് സമരവേദിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.